ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജയും സുമിത്രയും കൂടെ നിന്ന് രഞ്ജിതയുടെയും മകൻ്റെയും ഒക്കെ ചതിയെ പറ്റിയൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് അപ്പുവിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പൂജയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആ കോൾ അറ്റൻഡ് ചെയ്തത് നമ്മുടെ പൂജ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫേസിൽ ഇങ്ങനെ പേടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താണെന്ന്. സുമിത്ര ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പൂജ അന്നേരം ഫോൺ വിളിച്ചിട്ട് ഒന്നും അങ്ങോട്ടും മിണ്ടുന്നില്ല. അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രഞ്ജിതയാണ്. രഞ്ജിത ഇങ്ങനെ അവിടെ കസേരയിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്തൊക്കെയോ നേടി എന്നുള്ളൊരു ഭാവമാണ് ഇപ്പോഴും. ആ സമയം മേഡം എന്നും പറഞ്ഞ് ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മേഡം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നൊരു ഫയലും കൊടുത്തു. അപ്പോൾ ഈ ഫയലൊക്കെ എടുത്ത് നോക്കി രഞ്ജിത ഹാപ്പി ആയിട്ടിരിക്കുന്നു. പൂജ വരുമ്പോൾ എന്നെ വന്നൊന്ന് കാണാൻ പറയണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവളുടെ സ്ഥാനത്ത് നാളെ മുതൽ പുതിയ സ്റ്റാഫായിരിക്കും ഉണ്ടാവുക എന്നും അവൾ ഇനി ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ രഞ്ജിത പറയുക. അപ്പോൾ വന്നു നിൽക്കുന്ന ആളോട് മനസ്സിലായില്ലേ, പൂജയെ ഈ ഓഫീസിൽ നിന്നും ഞാൻ പിരിച്ചു വിട്ടു എന്ന് രഞ്ജിത പറയണം. ഇനി അവൾ ഇവിടെ ആരുമല്ല എന്നും പറഞ്ഞ് ഇപ്പം കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മനസ്സിലായെന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോകുകയും ചെയ്തു. ചെന്ന് എല്ലാവരോടും ഈ വിവരം പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ താൻ കുത്തുന്ന കുഴികൾ താൻ തന്നെ വീഴുമെന്ന് അറിയാതെയാണ് ആശാത്തിരുന്ന് പാചകം അടിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് രഞ്ജിത ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. എന്തൊക്കെയോ പേപ്പറിൽ എന്തൊക്കെയോ ഒപ്പിട്ടൊക്കെ കൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ പൂജ അങ്ങോട്ടേക്ക് വരുന്നത്. പൂജ ഒരു ചെറു പുഞ്ചിരിയോടെ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ രഞ്ജിത കസേരയിൽ കയറിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ രഞ്ജിത പൂജയെ കണ്ടപ്പോഴേക്കും എന്നും പറഞ്ഞൊരു ആക്കിയ ചിരിയൊക്കെ ചിരിച്ചായിരിക്കുന്നത് കേട്ടോ. പൂജ അങ്ങോട്ടേക്ക് വന്ന് നിന്നു. ഏത് ഉത്തരവിലാണ് ആവോ ഒപ്പ് വയ്ക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാനിരിക്കുകയായിരുന്നു എന്ന് രഞ്ജിത പൂജയോട് പറയണം. എന്നിട്ട് ഒരു പേപ്പർ എടുത്ത് കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. പൂജ അത് കൈ നീട്ടി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പൂജയുടെ ഡിസ്മിഷൻ ഓർഡർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പൂജയ്ക്ക് യാതൊരു ഇതും വന്നില്ല കേട്ടോ. അപ്പോൾ നിന്നെ ഈ ഓഫീസിൽ നിന്നും പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തം എന്ന് രഞ്ജിത്ത് പൂജയോട് പറയുന്നു. ഇനി നീയും ഈ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നും പറഞ്ഞു. ഇതെല്ലാം എൻ്റേതും എൻ്റെ മകൻ്റേതും മാത്രമാണെന്ന് പറഞ്ഞപ്പം ഇതാണോ എനിക്കുള്ള സമ്മാനമെന്ന് പൂജ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശരി, ആയിക്കോട്ടെ, ഞാനത് സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ പിരിഞ്ഞു പോകുമ്പോൾ ഞാനും എന്തെങ്കിലും സമ്മാനം തരണ്ടേ എന്ന് പൂജ ചോദിക്കാം. ആൻറ്റിക്ക് തരാൻ ഞാനും ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സമ്മാനമാണെന്ന് രഞ്ജിത ചോദിച്ചു. അതേ രീതിയിൽ നമ്മുടെ പൂജയും ചിരിച്ചു. അപ്പോൾ സാർ എന്നും പറഞ്ഞ് പൂജ വിളിച്ചപ്പോഴേക്കും ഒരു സാർ കയറി വരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കയറി വന്നപ്പോൾ രഞ്ജിത ഇങ്ങനെ നോക്കുക, എന്താ ഇവനേതാ, ഇവനിവിടുന്നാ ഇപ്പോൾ വന്നതോ എന്നുള്ള രീതിയിലേ. അപ്പോൾ അദ്ദേഹം വന്ന് ഇങ്ങനെ നിൽക്കുമ്പം അതങ്ങ് കൊടുത്തേക്ക് സാർ എന്ന് പറഞ്ഞു. ശരി മേഡം എന്നും പറഞ്ഞു അങ്ങനെ അതെടുത്ത് നമ്മുടെ വക്കീൽ അങ്ങ് കൊടുക്കുന്നു. വക്കീൽ കൊടുത്തു. രഞ്ജിത ഇത് എന്താണെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഒരു വെപ്രാളം ഉണ്ട് പുള്ളിക്കാരിക്ക്. പെട്ടെന്ന് തന്നെ ആ പേപ്പർ വാങ്ങിച്ചിട്ട് അതെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന രഞ്ജിതയുടെ മുഖം അങ്ങ് വാടി തകർന്നിങ്ങനെ ഇരിക്കുവാണ്. ഇത് വായിച്ച് രഞ്ജിത ഇങ്ങനെ പൂജ ഇങ്ങനെ അന്താളിപ്പോടുകൂടി നോക്കുന്നു. പൂജ ഇങ്ങനെ വരുമെന്ന്, അതായത് നല്ല മാസമായിട്ട് കയറി വന്ന് രഞ്ജിതയുടെ അടിവേര് തോണ്ടുമെന്ന് രഞ്ജിത ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്തായാലും നമ്മുടെ രഞ്ജിത ഇത് വായിച്ചിട്ട് ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക. പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് മനസ്സിലായി. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ സമ്മാനം എന്ന് പൂജ തിരിച്ചു ചോദിച്ചു. ഒന്നും പറയാനില്ല. ഇന്നു മുതൽ ഈ കമ്പനിയുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വക്കീൽ രഞ്ജിതയോട് പറഞ്ഞു. ഈ കമ്പനിയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സകല സ്വത്തുക്കളും ഈ നിൽക്കുന്ന പൂജയുടെ പേരിലാണെന്നും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം എന്നുള്ള കോടതി ഉത്തരവാണിതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. കളിച്ച് നമ്മുടെ സുമിത്ര കോടതി വരെ പോയി. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടും കുറേ ചിരിയും ചേടോ വക്കീലേ, ഇവളു പറയുന്ന മണ്ടത്തരം കേട്ട് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവും കൊണ്ടുവന്നത് കൊണ്ടൊന്നും കാര്യങ്ങളായില്ല. ഈ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ എൻ്റെ പേരിലാണെന്നും ഇവൾക്ക് 25 വയസ്സ് തികയുന്ന ദിവസം മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇവളുടെ പേരിലേക്ക് ചെന്ന് ചേരുകയുള്ളൂ എന്നും പറഞ്ഞു. അതിന് ഇനി 1 മാസം കൂടിയുണ്ട്. അതുകൊണ്ട് തൻ്റെ ഈ കോടതി ഉത്തരവ് നിലനിൽക്കില്ല എന്ന് രഞ്ജിത വക്കീലിനോട് പറയണം. ഇത് ഞാൻ ഹൈക്കോടതിയിൽ നേരിട്ടോളാന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് തെറ്റിപ്പോയെന്ന് രഞ്ജിതയോട് പൂജ. മറ്റൊന്നുമല്ല, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണക്ക് കൂട്ടുന്നതിലെ ആൻറ്റിക്ക് ചെറിയൊരു പിഴവ് പറ്റിയെന്ന് പൂജ രഞ്ജിതയോട് പറയാം. എനിക്ക് 25 വയസ്സ് പൂർത്തിയായിട്ട് 1 മാസം കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ പൂജ പറയുക. അത് കേട്ടപ്പോൾ രഞ്ജിതയ്ക്ക് ഇരുട്ടടി ഇതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുവാണ്. ആ സമയം സാർ അതും കൂടി അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു പൂജ. അപ്പോൾ അടുത്ത പേപ്പർ എടുത്ത് വക്കീൽ കൊടുത്തു. രഞ്ജിത അതും നോക്കി.
എല്ലാം പണിപാളി, മൊത്തത്തിലെല്ലാം കൈവിട്ടു പോയി. താൻ വട്ടപ്പൂജയായെന്ന് രഞ്ജിതയ്ക്ക് മനസ്സിലായി. എന്തായാലും മകനെയും പൂജയെയും കെട്ടിക്കാൻ നടന്ന തിരക്കിൽ ഇത് രഞ്ജിത കാണാതെ പോയി. അങ്ങനെ നമ്മുടെ വക്കീലും പൂജയും കൂടി ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയം ഇപ്പം എനിക്ക് ബോധ്യമായോ എന്ന് പൂജ ചോദിച്ചേ. രഞ്ജിത ഒന്നും മിണ്ടുന്നില്ല. ഇല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തി തരാം ഞാൻ, മറ്റൊരാളും കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ആരാ? നമ്മുടെ സുമിത്ര നല്ല സ്റ്റൈലായിട്ട് കയറി വരികയല്ലേ. സുമിത്ര കരയുന്നത് കാണാൻ കാത്തിരുന്ന രഞ്ജിതയുടെ മുന്നിലേക്ക് പുഞ്ചിരിയോടെ നമ്മുടെ സുമിത്ര കയറി വരുന്നു. സുമിത്രയുടെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും രഞ്ജിത ഇപ്പോൾ കാണുന്നില്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ സുമിത്ര ഇങ്ങനെ വന്ന് രഞ്ജിതയുടെ അടുത്ത് നിൽക്കുക. ഈ പേപ്പറും കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ രഞ്ജിത, നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ എന്ന് സുമിത്ര രഞ്ജിതയോട് ചോദിച്ചു. നിന്റെ കയ്യിലിരിക്കുന്നതാണ് പൂജയുടെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്തേലും പറയാനുണ്ടോ? ഇതനുസരിച്ച് കഴിഞ്ഞ മാസം 1-ാം തീയതി പൂജയ്ക്ക് 25 വയസ്സ് പൂർത്തിയായെന്നും പറഞ്ഞു. അപ്പോൾ പൂജ നല്ല ഇതായിട്ട് നിൽക്കും. അങ്ങനെ ഇതെല്ലാം ഇവളുടെ പേരിലായി തീരുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയണു. അപ്പോൾ അതെല്ലാം കേട്ട് രഞ്ജിത ഇങ്ങനെ ഷൂന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കും കേട്ടോ. ഇത്ര നേരം പണിപ്പെട്ടതെല്ലാം വെറുതെ ആയല്ലോ. അപ്പോൾ അങ്ങനെ രഞ്ജിത അവിടെ തന്നെ കുത്തിയിരിക്കും, അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ രഞ്ജിതയുടെ ഈ ഒരു അവസ്ഥ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ സുമിത്ര. അപ്പോൾ പൂജമോൾക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു എന്നും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഞാൻ ഇതിൻ്റെ ഒന്നും പിന്നാലെ വരാതിരുന്നത് നിന്റെ മകനും നീയും ഇവളോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെന്ന് കരുതിയിട്ടൊന്നും അല്ല എന്ന് നമ്മുടെ രഞ്ജിതയോട് സുമിത്ര പറയുക. എപ്പോഴെങ്കിലും ഇവൾക്ക് തന്നെ അത് സ്വയം ബോധ്യപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നുള്ള കാര്യവും പറഞ്ഞു. അതെന്തായാലും സ്വയം അവൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എൻ്റെ മോൾക്ക് നീയും നിന്റെ മകനും ആരാണെന്നുള്ള സത്യമൊക്കെ മനസ്സിലായെന്നും പറഞ്ഞു. 1 മാസം കഴിഞ്ഞു ഇതെല്ലാം ഇവളുടെ പേരിലായിട്ട്. അപ്പോഴേക്കും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ രഞ്ജിത. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുമുണ്ട്. ഇനി നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ഞാൻ പൂജമോളോട് പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോഴേക്കും ചാടി എഴുന്നേറ്റിട്ട് നോ എന്നും പറഞ്ഞിട്ട് രഞ്ജിത, നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് രഞ്ജിത. ഇവള് വിശ്വസിച്ചിപ്പോൾ എനിക്ക് എന്താണെന്ന് ഓർത്ത് സുമിത്ര. അപ്പോൾ ഇതെല്ലാം ഫേക്കാണെന്നാണ് വാദം. ഇപ്പം രഞ്ജിതയുടെ ഈ കള്ള വക്കീലിനെയും കൂട്ടി ഏതോ ഒരു കോടതി ഉത്തരവുമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് നാടകം കളിക്കുകയാണോ നീ എന്നും ചോദിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ രഞ്ജിത ഇങ്ങനെ പറയും കേട്ടോ, ഇവൾക്ക് 25 വയസ്സായെന്ന് തെളിയിക്കാൻ നീ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത രേഖകളാ ഇതെല്ലാമെന്നും പറഞ്ഞു രഞ്ജിത. ഇതുകൊണ്ടൊന്നും എന്നെ പുറത്താക്കാൻ നിനക്ക് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ടായി രഞ്ജിത. നീയും ഇവളും പിന്നെ ഈ വക്കീലും ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ ഒന്ന് വച്ച് വെക്കുക. സുമിത്ര ചിരിച്ചോണ്ട് നിൽക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പം അയ്യോ പോലീസിനെ വിളിച്ച് ആൻറ്റി ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ പോലീസിനെയും കൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു പൂജ. അവിടെയും ചീറ്റിപ്പോയി. അങ്ങനെ സർ എന്നും പറഞ്ഞുകൊണ്ട് പൂജ വിളിക്കുന്നു. സാറുമാരകത്തേക്ക് കയറി വന്നു. സാറുമാരകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ രഞ്ജിതയുടെ അടിമുടി വരയ്ക്കാൻ തുടങ്ങി. രഞ്ജിത ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്നുള്ള കാര്യം പറയുവാണ് സാറ്. ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ഓഫീസിൽ അതിക്രമിച്ച് കയറിയതിനാണെന്ന് പറഞ്ഞപ്പോൾ നിയമപരമായി ഈ കമ്പനിയും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്വത്തുക്കളുടെയും ഉടമ ഈ നിൽക്കുന്ന പൂജ മാത്രമാണെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര പറയുന്നു. പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ കോടതി ഉത്തരവ് ഞങ്ങൾക്ക് നടപ്പാക്കിയേ തീരുമെന്നും പോലീസുകാർ പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വരാൻ പറഞ്ഞു. അങ്ങനെ രഞ്ജിതയെ അവിടെ നിന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. വേഗം തന്നെ ഫോണെടുത്ത് ആരാണ്ട് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവരെ പിടിക്കാൻ പറഞ്ഞു. വനിതാ പോലീസിനോട് പറഞ്ഞു. പിന്നെ പോലീസാണ് രഞ്ജിതയുടെ ഫോണും തട്ടിപ്പറിച്ച് മേടിച്ചു. എന്നിട്ട് രഞ്ജിതയെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ഫോണിങ്ങതാ, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളിങ്ങ് വാന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരായിട്ട് പിടിക്കട്ടെ രഞ്ജിതയെ. അപ്പം നിങ്ങളോട് വരെയൊക്കെ വരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോകും. ഇതിന് നിന്നോടും ഈ നിൽക്കുന്ന ഇവളോടും ഞാൻ പകരം ചോദിക്കുമെന്ന് പോണ പോക്കിൽ പറഞ്ഞിട്ടാ പോകുന്നത് രഞ്ജിത. അപ്പം നിനക്ക് എന്നാ വേണമെങ്കിലും ചോദിക്കും രഞ്ജിതെ, പക്ഷേ അതൊക്കെ ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രം മതിയെന്ന് നമ്മുടെ സുമിത്ര പറഞ്ഞു. ഇതുകൂടി കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് പൂജ അന്നേരം പറഞ്ഞു. ഇന്ന് മുതൽ എൻ്റെ അമ്മ സുമിത്രയായിരിക്കും ഈ കമ്പനിയുടെ ചെയർമാൻ, മനസ്സിലായോ എന്ന് പൂജ രഞ്ജിതയോട് പറയാം. അമ്മേ, ആ ചെയർമാൻ കസേരയിലേക്കൊന്ന് കയറി ഇരിക്കാൻ പറഞ്ഞു പൂജ സുമിത്രയോട്, അതും രഞ്ജിതയുടെ മുന്നിൽ. രഞ്ജിതാൻറ്റി അതൊന്ന് കൺകുളിർക്ക് കാണട്ടെ അമ്മേ എന്ന് നമ്മുടെ പൂജ. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു സുമിത്ര. ഈ സമ്പത്തെല്ലാം രോഹിത് ഉണ്ടാക്കിയതാണ്, അത് നിനക്കുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര പറയാം. അത് നഷ്ടപ്പെടാതെ ഞാൻ നിനക്ക് വേണ്ടി സൂക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കസേരയിൽ ഇരിക്കാൻ നിനക്ക് മാത്രമാണ് അവകാശമുള്ളതെന്നും നമ്മുടെ സുമിത്ര പറയുക കേട്ടോ. രഞ്ജിത ഇതൊക്കെ കേട്ടിങ്ങനെ തകർന്നു നിൽക്കുമല്ലേ. ഞാൻ ഇതിൻ്റെ കാവൽക്കാരി മാത്രമായിരുന്നു എന്നും സുമിത്ര പറയണു. രഞ്ജിതയ്ക്ക് സഹിക്കുന്നില്ല. മേഡം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് SI സാറ് സുമിത്രയോട് ചോദിക്കുന്നു. അപ്പോൾ സാറിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം സാർ എന്ന് പറഞ്ഞ് പൂജ
ഇനി മേലിൽ നിങ്ങളോ നിങ്ങളുടെ മകനോ ഭർത്താവോ ഞങ്ങളുടെ കൺമുന്നിൽ വന്നേക്കരുത്. അതുപോലെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞു. ആ വീട് ഇനി എൻ്റേതാണെന്ന്. അപ്പോൾ ഇതിന് നിന്നോട് ഞാൻ പകരം ചോദിക്കുന്ന രഞ്ജിത പൂജയോട് പറയുന്നു, നിന്നെയും ഇവളെയും ഞാൻ വെറുതെ വിടില്ല. പിന്നെ നിന്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നശിപ്പിച്ചിരിക്കുമെന്നും രഞ്ജിത തറപ്പിച്ച് പറയുക കേട്ടോ. തിരിച്ചു വരും ഞാൻ, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത ഭയങ്കര വൈരാഗ്യത്തോട് ഇങ്ങനെ സംസാരിക്കും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര വരാൻ എന്ന് പറഞ്ഞ് പോലീസുകാർ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക. അങ്ങനത്തെ രഞ്ജിതയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സുമിത്രയും പൂജയും കൂടെ ഇതൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും അമ്മ എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാണ് നീ രോഹിത്തിൻ്റെ മകളായത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സുമിത്ര പറയുമ്പോൾ അല്ല, ഇപ്പോഴാണ് ഞാൻ സുമിത്രയുടെ മകളായതെന്ന് നമ്മുടെ പൂജ പറയുന്നു. അങ്ങനെ അമ്മയും മോളും കൂടെ ആ കമ്പനിയിലെ ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും അവർ വളരെ ഹാപ്പിയായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജാമ്യം എടുത്ത് രഞ്ജിത വീട്ടിൽ വന്നു. അപ്പോഴേക്കും വന്നു കയറിയത് ഉള്ളതെല്ലാം എറിഞ്ഞോടച്ച് നശിപ്പിച്ച്, ഇനിയിപ്പോൾ വേറെ വല്ലതിൻ്റെ ആണല്ലോ, ഇനിയിപ്പം സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാം വലിച്ചെറിഞ്ഞ് ഓടച്ച് പരുവാക്കി. അപ്പോഴേക്കും നീ എന്താ രഞ്ജു കാണിക്കുന്നതെന്ന് സമാധാനപ്പെടി രഞ്ജു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ദേ ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ എന്തോ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പങ്കജ് ഓടി അങ്ങോട്ടേക്ക് വന്നു. അപ്പം മമ്മി ഈ കാണിക്കുന്നത് കണ്ടു. ഓടി വന്ന് ഇവൻ്റെ കോളറിന് കയറി അങ്ങ് പിടിച്ചു രഞ്ജിത. എല്ലാം നശിച്ചടാ, നീ ഒറ്റൊരുത്തൻ കാരണമാണെന്നും പറഞ്ഞുകൊണ്ട്, നിന്നോട് ഞാൻ എൻ്റെ കൺമുന്നിൽ വരരുന്ന് പറഞ്ഞാലേ പോടാ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത ഓടിക്കും. എല്ലാം തകർന്ന് തരിപ്പണമായി. രഞ്ജിത ആരുമല്ലാതായെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേഷ്യപ്പെടുന്നത്. ഇനി ഞാൻ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് രഞ്ജിത ഭയങ്കരമായിട്ട് മകൻ്റെ മുന്നിൽ കിടന്ന് ഇതാക്കുക. ആത്മഹത്യ ചെയ്യുന്നതാടാ ഇതിനേക്കാളും നല്ലതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ദേ നമ്മുടെ രഞ്ജിത ആത്മഹത്യ ചെയ്യാൻ പോണു. അപ്പോൾ ദേ മമ്മി സമാധാനപ്പെടും മമ്മി. അപ്പോൾ ദേ പൂജയോട് ഞാൻ സംസാരിക്കാം എന്നൊക്കെ പങ്കജ്, ഞാൻ എങ്ങനെയെങ്കിലും അവളെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പം ഒരക്ഷരം നീ മിണ്ടിപ്പോകരുതെന്ന് രഞ്ജിത പറയണം. അവൻ സംസാരിക്കാൻ നടക്കുന്നു, ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുക കേട്ടോ മകനെ. അപ്പം മമ്മി ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന് പങ്കജ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം, നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറങ്ങി പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അച്ഛൻ പുറകിൽ നിന്ന് പോന്ന് പറഞ്ഞ് കാണിക്കാം. എടാ ഇറങ്ങി പോടാന്നും പറഞ്ഞു മകനെ പിടിച്ചൊരു ഒറ്റ തള്ളും കൂടെ തള്ളി. അങ്ങനത്തെ രഞ്ജിത് ഇങ്ങനെ ആകെ ഭ്രാന്തിയെ പോലെ അവിടെ കിടന്നിങ്ങനെ ഇതാവുക, മുഴു ഭ്രാന്തിയായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. ഈ സമയം ഭർത്താവിനെയും അവിടെ ഓടിക്കുക. എന്നിട്ട് മുറി കയറി വാതിലും അടച്ചു. അങ്ങനെ മുറി കയറി വാതിലടച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യ സ്കൂളിലേക്ക് കൊച്ചിനെ വിളിക്കാനായിട്ട് വരുന്നു. അപ്പം ഇന്നത്തെ ലേറ്റ് ആയെന്ന് വാച്ച്മാൻ ചോദിച്ചു. ഒരു 5 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി അകത്തേക്ക് കയറിപ്പോ അനന്യ. അപ്പോൾ ഇതേ ടീച്ചർമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വരമോള് പുറത്ത് പോയ കാര്യം പറയാം. മോള് പോയല്ലോ എന്ന് പറഞ്ഞു. മോള് പോയോ? മോളെ ഗേറ്റിൻ്റെ അവിടെ കണ്ടില്ല. എന്നാൽ പിന്നെ മോൾ അമ്മയെക്കാത്ത ആ വരാന്തയിലെങ്ങനെ നിൽപ്പുണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് പിന്നെ ഒരു വരാന്തയെ കൂടെ പോകണം. അതിലെല്ലാം നോക്കിയിട്ടും കൊച്ചിനെ കാണുന്നില്ല. സ്വരമോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് അതിലെല്ലാം ഓടി നടക്കും അനന്യ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സരസ്വതി അമ്മയെ, നല്ലവളായ സരസ്വതി അമ്മ അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മയുടെ ഫോണിൽ അങ്ങോട്ട് നമ്മുടെ അനന്യ വിളിക്കുന്നു. അച്ഛമ്മേ ഇത് അനന്യാണെന്ന് പറഞ്ഞു. അപ്പം നിനക്കെന്താ പറ്റിയേ? നീ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ മോളുടെ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. മോളവിടെ എത്തിയോന്ന് ചോദിച്ചപ്പം ഇത് നല്ല കൂത്ത്. മോളെ കൊണ്ടുവരാൻ നീ അല്ലേ സ്കൂളിലേക്ക് പോയത്? പിന്നെ അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം. നിൻ്റെ കൂടെയല്ലേ അവൾ സാധാരണ വരുന്നേ? അയ്യോ എന്നാ ഞാൻ വരുന്നതിന് മുന്നേ മോളെ ഇറങ്ങി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മോളെവിടെ എത്തിയോന്ന്. ഇവിടെ എങ്ങും വന്നില്ല അന്ന് സരസ്വതി അമ്മ. അയ്യോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കും. നീ അവിടെയൊക്കെ നോക്കാൻ പറഞ്ഞു സരസ്വതി. പേടിച്ച് വിറച്ച് അനന്യ അതിലെല്ലാം നോക്കുക. ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ ഒരാൾ അവിടുത്തെ ആ ചേട്ടൻ വന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആയതേ ഉള്ളൂ, അവൾ അങ്ങനെ പോകുന്ന പതിവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്കല്ല പോയത് എന്നാ ചേട്ടൻ പറഞ്ഞു. മോളൊരു കാറിൽ കയറി പോകുന്നതാ കണ്ടതെന്ന് പറഞ്ഞു. കാറിലോ എന്ന് ചോദിച്ചപ്പോഴും അനന്യയ്ക്ക് മനസ്സിലാകുന്നില്ല. ആരാണെന്ന് നിങ്ങൾ കണ്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ കരുതി അനിരുദ്ധ സാറായിരിക്കുമെന്ന്. അയ്യോ ആളിനെ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടില്ലേന്ന് ചോദിച്ചപ്പം ഇല്ല, ഞാൻ അകത്ത് ഓഫീസ് റൂമിൻ്റെ വരാന്തയിൽ നിൽക്കുമായിരുന്നു എന്നും പറയണു. ചിലപ്പോൾ മോളിപ്പോൾ വീട്ടിലെത്തി കാണുമെന്നേ എന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞ് സമാധാനിപ്പിക്കാം. മേഡം ഞാനെന്നാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ചേട്ടൻ അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് സോറിയും അതുപോലെ നമ്മുടെ പ്രതീഷും കൂടി അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നു. അച്ഛൻ മോളെ തന്നെ നോക്കിയിരിക്കുന്നു, മോൾ അച്ഛനെ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണ് കഴിക്കാൻ പറഞ്ഞ് മേടിച്ച് കൊടുക്കുമ്പോൾ കൊച്ച് വയറ് നിറച്ച ഐസ്ക്രീം ഇരുന്ന് കഴിക്കുന്നു. എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിച്ചോ. അപ്പോൾ സൂപ്പറാന്ന് സ്വരം മോളും പറഞ്ഞു. അങ്ങനെ മോള് ഇത് കഴിക്കുന്നത് നോക്കി അച്ഛൻ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ഇനി എന്നും ഞാനാ മോളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും കേട്ടോ എന്ന് പറഞ്ഞപ്പം ആണോ എന്ന് ചോദിച്ചു. എന്നും നമ്മൾ കാറിലാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പം അതേന്നും പറഞ്ഞു. പിന്നെ മോളെ എന്നും കാറിൽ കൊണ്ടുവിടാം കേട്ടോ എന്നൊക്കെ പ്രതീക്ഷ പറയുന്നേ.
അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ ഈ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. നമ്മൾ ഇനി നേരെ വീട്ടിലേക്കല്ലേ പോകുന്നതെന്ന് ചോദിച്ചപ്പം അതെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കൊച്ചിങ്ങനെ നോക്കുവാണ്. മോള് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേ കൊച്ച് കഴിക്കുന്നു. അപ്പോൾ ചെറിയച്ഛൻ ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പം ചെറിയച്ഛന് ഇത്രയും നാളും അങ്ങോട്ടേക്ക് ഓടി വരാൻ പറ്റാത്തവരടുത്തേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ ഇങ്ങനെ കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും